മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിത വായ്പ എഴുതി തള്ളുന്നതിൽ തീരുമാനം അറിയിക്കാൻ കേന്ദ്രത്തിന് അവസാന അവസരം നൽകി ഹൈക്കോടതി. സെപ്റ്റംബർ 10 തീരുമാനം അറിയിക്കണമെന്നാണ് കോടതി നിർദ്ദേശിക്കുന്നത്. ഓണത്തിന് ശേഷം തീരുമാനം അറിയിക്കാമെന്ന് കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ ഉറപ്പ് നൽകിയിരിക്കുന്നു. ബിനിൽ വിവരങ്ങളുമായിട്ടുണ്ട്. ബിനിൽ, ഏറെക്കാലമായിട്ടുള്ള ആവശ്യമാണ്. അവിടുത്തെ ദുരന്തബാധിതർ അവർ അനുഭവിക്കുന്ന പ്രതിസന്ധികളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എന്താണ് ഹൈക്കോടതി കൃത്യമായി നിർദ്ദേശം നൽകുന്നത്? കേന്ദ്രം വേഗത്തിൽ തന്നെ ഒരു തീരുമാനത്തിലേക്ക് എത്തുമോ? ദിവിഷ്, ഇന്ന് കോടതി കേന്ദ്ര സർക്കാരിനോട് അല്പം സ്വരം കടുപ്പിച്ചിരിക്കുകയാണ്. ദിസ് ഇസ് ദ ലാസ്റ്റ് ചാൻസ് എന്നാണ് ഡിവിഷൻ ബെഞ്ച് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറലിനോട് പറഞ്ഞിരിക്കുന്നത്. കാരണം മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതരുടെ ബാങ്ക് വായ്പകൾ എഴുതിത്തള്ളുന്നതിൽ തീരുമാനമെടുക്കാതെ കേന്ദ്ര സർക്കാർ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോവുകയാണ്. നാളെ എന്ന് പറഞ്ഞ് ഇങ്ങനെ നീട്ടി ഇതുവരെ എത്തിച്ചു. ഇന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ARL സുന്ദരേശൻ കോടതിയോട് പറഞ്ഞത് ഓണാവധിയല്ലേ, ഓണാവധിക്ക് ശേഷം താൻ നേരിട്ട് കോടതിയിൽ വരുന്നുണ്ട്, സെപ്റ്റംബർ 10 അന്ന് തീരുമാനം അറിയിക്കാമെന്നതാണ്. ഈ ഓണാവധിക്കും ഈ തീരുമാനവും തമ്മിൽ എന്താണ് ബന്ധമെന്നത് അറിയില്ല. പക്ഷേ അദ്ദേഹം വീണ്ടും സമയം നീട്ടിക്കിട്ടാൻ വേണ്ടിയുള്ള ഒരു അവസരമായി അതിനെ ഉപയോഗിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. സെപ്റ്റംബർ 10 അത് അവസാന അവസരമായിരിക്കുമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. കോടതി ചൂണ്ടിക്കാണിക്കുന്നത് നേരത്തെ കേരള ബാങ്ക് ദുരിതബാധിതരുടെ വായ്പ എഴുതി തള്ളിയിരുന്നു. അതേ മാതൃകയിൽ കേന്ദ്ര സർക്കാരിനും എന്തുകൊണ്ട് ദുരിതബാധിതരുടെ വായ്പ എഴുതി തള്ളിക്കൂടാ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഹൈക്കോടതി ആവർത്തിച്ചുന്നയിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാലും കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ല. വയനാട് ദുരിതബാധിതരെ സംബന്ധിച്ചിടത്തോളം സർവ്വതും നഷ്ടപ്പെട്ടവരാണ്. അവർക്ക് ഈ ബാങ്ക് വായ്പ എഴുതി തള്ളിയാൽ അത് വലിയ ആശ്വാസമാകും. അതാണ് കോടതി ആവർത്തിച്ച് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതുവരെയും ഒരു മറുപടിയും നൽകിയിട്ടില്ല.